സന്നിധേ വന്നു നിൽക്കുന്നു ഞങ്ങൾ സാദരം. ഇന്നങ്ങു തന്ന നന്മകൾക്കെല്ലാം നന്ദി ചൊല്ലി നമിക്കുന്നു. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മെ എല്ലാവരെയും നേർവഴിക്ക് നയിക്കുന്ന ഇടയനാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും അവിടുന്ന് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ഒന്നും ഭയപ്പെടുവാനില്ലെന്നും നമുക്കറിയാം. എന്നാൽ അവിടുത്തെ ശരിക്കും നാം അറിയുന്നുണ്ടോ? ദൈവത്തിനെ നാം ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തോടൊപ്പം നടക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ? നാം ഇടയ്ക്കിടയ്ക്ക് നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണിവ. ദൈവത്തെ ശരിക്കറിയാമായിരുന്ന ദാവീദ് രാജാവാണ് തൻ്റെ ഇടയനെ കുറിച്ച് മനോഹരമായ 23-ാം സങ്കീർത്തനത്തിന് ജന്മം നൽകിയത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല തുടങ്ങി അദ്ദേഹം പറയുന്നതായ ആ വലിയ സത്യങ്ങൾ ആ നല്ല ഇടയനെ കുറിച്ചാണ്. തൻ്റെ ഇടയനെ ശരിക്കറിഞ്ഞിരുന്ന ദാവീദ് എപ്പോഴും ദൈവത്തോടൊപ്പം നടക്കാനും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ തൻ്റെ വഴികളിൽ പ്രകാശമായി സ്വീകരിക്കുവാനും ശ്രദ്ധിച്ചിരുന്നു. ദൈവത്തിൻ്റെ ഉള്ളിൽ കടന്ന് അദ്ദേഹത്തെ അറിയുവാനും സ്നേഹിക്കുവാനും ശ്രമിച്ച ആളാണ് ദാവീദ് രാജാവ് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ഭക്തി തീഷ്ണത നമുക്കില്ലായിരിക്കാമെങ്കിലും അദ്ദേഹത്തെ പോലെ നാമും നമ്മുടെ നല്ല ഇടയനായ ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതല്ലേ? പ്രിയമുള്ളവരെ, ഏത് രീതിയിലുള്ള ദൈവമാണ് നമ്മുടെ ചിന്തയിലും വിശ്വാസത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവം? എത്രമാത്രം വലിയവനാണ് ദൈവം നമ്മുടെ ദൃഷ്ടിയിൽ? നാം ഓരോരുത്തരെ കുറിച്ച് എപ്പോഴും താല്പര്യം പ്രദർശിപ്പിക്കുന്ന ദൈവത്തെയാണോ നാം നമ്മുടെ ജീവിതത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? പച്ച വിരിച്ച പുൽത്തകിടികളിൽ ദൈവം തന്നെ മേയിക്കുമെന്നും പ്രശാന്തമായ ജലാശയത്തിലേക്ക് നയിക്കുമെന്നും ദാവീദ് ഉറച്ചു വിശ്വസിച്ചു. എപ്പോഴും ആ നല്ല ഇടയൻ തന്നോടൊപ്പം ഉള്ളതുകൊണ്ട് മരണത്തിന്റെ താഴ്വരയിൽ കൂടി നടക്കാൻ പോലും ഭയപ്പെടേണ്ടതില്ലെന്നും ദാവീദിന് അറിയാമായിരുന്നു. തൻ്റെ ഇടയനായ ദൈവത്തെ അടുത്തറിഞ്ഞതുകൊണ്ടാണ് ദാവീദിന് തന്നെ തന്നെ മുഴുവനായി ദൈവത്തിൽ സമർപ്പിക്കുവാൻ സാധിച്ചത്. ദാവീദിനെ പോലെ നമുക്കും നമ്മുടെ ഇടയനായ ദൈവത്തെ ശരിക്കറിയുവാനും അവിടുത്തെ അറിഞ്ഞുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കുവാനും അതുവഴി അവിടുത്തേക്ക് നമ്മെ ആത്മസമർപ്പണം ചെയ്യുവാനും ഈ നോമ്പിൽ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ഇടയനായ ദൈവത്തെ അറിയുന്നവരാണ് നാമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും എന്നതിൽ സംശയം വേണ്ട. ഈ നോമ്പിന്റെ മുന്നോട്ടുള്ള നാളുകൾ നമ്മിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നമ്മെ ശോധന ചെയ്ത് ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഓരോരുത്തരും അല്പസമയം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ക്രൂശിലേക്ക് നോക്കി ആശ്വസിക്കുവാനും കഴിഞ്ഞാൽ അത് ഒരു അനുഗ്രഹമാണ് എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശുഭരാത്രി നേർന്നുകൊണ്ട് നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.